എണ്ണീക്കുന്നതിന് മുന്നേ തന്നെ ഏട്ട എണ്ണീറ്റ് ലാപ്ടോപ്പിന് മുന്നിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരെ എങ്ങും ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികൾ തുടങ്ങി. ക്രിസ്മസിന്റെ അന്ന് രാവിലെ അപ്പവും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ചിക്കൻ കിട്ടിയില്ല. ചിക്കൻ കിട്ടാത്തതിന്റെ വിഷമത്തിൽ അവസാനം ചിക്കന്റെ മുട്ട വെച്ച് ഞാൻ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി അന്ന് ഞാനങ്ങ് സമാധാനിച്ചു. ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി തന്നെ ചിക്കൻ വാങ്ങിച്ച് ഇന്ന് അപ്പവും സ്റ്റൂ കറി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും കൂടെ തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് കുക്കറിനകത്ത് വെച്ച് വേവാൻ വെച്ചിട്ട് ഞാൻ എന്റെ കുഞ്ഞു കുഞ്ഞു ജോലികളങ്ങ് തീർത്തേ. ഈ കുക്കർ 2-3 വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് എല്ലായിടം തൂത്തുവാരി വൃത്തിയാക്കി ഇടാമല്ലോ. അപ്പൊ പിന്നെ ആ ജോലി ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. അങ്ങനെ എന്റെ തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ആ കുക്കറിനകത്ത് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ടായിരുന്നേ. പിന്നെ നോർമലി വെക്കുന്ന കണക്ക് തന്നെ ചട്ടിക്കകത്തോട് എല്ലാം കൂടെ ഒക്കെ തട്ടിയിട്ട് 1 പാൽ ഒഴിച്ച് നമ്മുടെ കറി അങ്ങ് സെറ്റ് ആക്കി എടുക്കുക. കറി ഒന്ന് കുറുക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റയ്ക്കകത്ത് നിന്ന് ഒരു 3-4 കഷ്ണം എടുത്ത് അരച്ച് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ തൂവി കഴിയുമ്പോഴത്തേക്ക് നല്ല കിടിലൻ സ്റ്റൂ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ആയിട്ട് നല്ല കിടിലൻ കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.